ടീമിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി സംബന്ധിച്ചിപ്പോൾ CPIM നിലപാട് വിശദീകരിക്കും. അദ്ദേഹം പറയുന്നത് ഇത് അപ്രതീക്ഷിത തിരിച്ചടിയാണ് LDFന് എന്നതാണ്. വിശദമായ പരിശോധന നടത്തും പാർട്ടി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകും. തിരുത്തലുകൾ വരുത്തി തിരിച്ചടികൾ അതിജീവിച്ച അനുഭവം പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് MV ഗോവിന്ദൻ പറയുന്നു. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ LDFന് 77 ബ്ലോക്ക് പഞ്ചായത്തുകൾ നേടാനായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതി പരിശോധിച്ച് നോക്കിയാൽ 360 എണ്ണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ 601 ഗ്രാമപഞ്ചായത്തുകൾ അപ്പോൾ UDFന് അനുകൂലമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 343 എണ്ണത്തിൽ ജയിക്കുകയും 70 എണ്ണം തുല്യമായി വരികയും ചെയ്തിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റികളുടെ സ്ഥിതിയും അന്ന് വളരെ ദയനീയമായിരുന്നു. നമുക്ക് 17 മുനിസിപ്പാലിറ്റികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 41 മുനിസിപ്പാലിറ്റികൾ അന്ന് UDFന് അനുകൂലമായിരുന്നു. ഇന്നിപ്പോൾ 28 മുനിസിപ്പാലിറ്റികൾ ജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ 2010 അനുഭവം ഞാനിവിടെ പറയാൻ കാരണം, അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ 2 സീറ്റിൻ്റെ കുറവിനാണ് ഭരണം നഷ്ടപ്പെട്ടത്. അപ്പോൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നടന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ ആ രീതിയിലുള്ളൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അകത്തുണ്ടായിരുന്ന പരാജയത്തെ ഫലപ്രദമായി നേരിട്ടുകൊണ്ട് ജനങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് LDFന് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടുള്ളത്. LDFൻ്റെ അടിത്തറ തകർന്നിരിക്കുന്നു എന്ന് പ്രചാരവേല ചിലർ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ കാണുന്ന ജില്ലാ പഞ്ചായത്തുകളുടെ പകുതി ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത് LDFൻ്റെ അടിത്തറയിൽ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ച് പരിശോധിക്കേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.